സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഭാഗമായി പുന്നപ്ര വയലാർ സമരത്തെ അംഗീകരിച്ച വർഷം 1998. ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന അക്ഷരമുറ്റം ക്വിസ്. അക്ഷരമുറ്റം ക്വിസിന്റെ UP, HS, HSS വിഭാഗങ്ങളിലേക്ക് ചോദിക്കാവുന്ന മാതൃകാ ചോദ്യങ്ങൾ അടങ്ങിയ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജൂലൈ 28 ഹെപ്പറ്റൈറ്റിസ് ദിനമാണ്. അതേ തീയതി മറ്റേത് അന്താരാഷ്ട്ര ദിനമായി കൂടി ആചരിക്കുന്നുണ്ട്? ലോക പ്രകൃതി സംരക്ഷണ ദിനം, വേൾഡ് നേച്ചർ കൺസർവേഷൻ ഡേ. തേനീച്ചകൾ പൂക്കളെ തിരിച്ചറിയുന്നതും ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നത് എപ്രകാരമാണ്? വാസനാഗ്രാഹകങ്ങൾ വഴി, ഘ്രാണശക്തി കൊണ്ടാണ് ചെയ്യുന്നത്. ഒരു തൊഴിലാളി ഈച്ച അതിൻ്റെ ജീവിത കാലയളവിൽ ഉൽപ്പാദിപ്പിക്കുന്ന തേനിന്റെ അളവ് എത്രയാണ്? ഉത്തരം 12 ടീസ്പൂൺ. 12 ടീസ്പൂൺ. ഇന്ത്യയുടെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും രൂപകൽപ്പന ചെയ്യുന്നത് പ്രവർത്തനം അവസാനിപ്പിച്ച ഒരു യുദ്ധക്കപ്പലിലാണ്. അതിൻ്റെ പേര് എന്താണ് എന്നറിയാമോ? INS ഗുൽദാർ. INS ഗുൽദാർ. INS എന്നാൽ ഇന്ത്യൻ നേവൽ ഷിപ്പ്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി IOC പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിത ആരാണ്? ക്രിസ്റ്റി കവൻട്രി. ക്രിസ്റ്റി കവൻട്രി. മയൂരശിഖ, ജീവിതം, അനുഭവം, അറിവ്. ആരുടെ ആത്മകഥയുടെ പേരാണ് ഇത്? ഉത്തരം MS വല്യത്താൻ. MS വല്യത്താൻ. മൈക്രോസോഫ്റ്റ് 2025 അവതരിപ്പിച്ച കാലാവസ്ഥാ പ്രവചന AI മോഡലിന് നൽകിയ പേരെന്ത്? ഉത്തരം അറോറ. അറോറ. ഇന്റർനെറ്റ്, ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമുള്ള അവകാശത്തിന്റെ ഭാഗമാണെന്നാണ് സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത്? ഉത്തരം ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21. അമേരിക്കൻ ബഹിരാകാശ ഏജൻസി നാസയും ISROയും ചേർന്ന് നിർമ്മിച്ച ലോകത്തെ ആദ്യ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആയ നിസാർ പദ്ധതിയുടെ മിഷൻ ഡയറക്ടറായ മലയാളി തോമസ് കുര്യൻ. തോമസ് കുര്യൻ. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ വഴി ആദ്യമായി കങ്കാരു ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യം ഏതാണ്? ഉത്തരം ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ ആണ്. GI ടാഗ് ലഭിച്ച കേരളത്തിലെ ഏക കരകൗശല ഉൽപ്പന്നമായ കണ്ണാടിപ്പായ ഏതു ജില്ലയിൽ നിന്നുള്ള ഉൽപ്പന്നമാണ്? ഉത്തരം ഇടുക്കി ജില്ല. ഇടുക്കി. 78ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സിനിമയ്ക്കുള്ള പാം ഡി ഓർ പുരസ്കാരം നേടിയ ചലച്ചിത്രം? ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ്. ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ്. വാർത്തകളിൽ ഇടം പിടിച്ചതാണ് യൗണ്ടേ പ്രഖ്യാപനം, യൗണ്ടേ ഡിക്ലറേഷൻ. ഇത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മലേറിയ നിർമ്മാർജ്ജനം. യൗണ്ടേ എന്നത് കാമറൂൺ തലസ്ഥാന നഗരമാണ്. 2025 പത്മവിഭൂഷൺ നേടിയ കൗമുദിനി ലഘിയ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥക് നർത്തകി. കൗമുദിനി ലഘിയ കഥക് നർത്തകിയാണ്. 2023 ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ നോൺ ഫീച്ചർ സിനിമ വിഭാഗത്തിൽ ജൂറിയുടെ പ്രത്യേക പരാമർശം നേടിയ നെഗൽ ക്രോണിക്കിൾസ് ഓഫ് പാഡിമാൻ ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ചെറുവയൽ രാമൻ. ചെറുവയൽ രാമൻ. ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായ ഫ്രെഡ് ഹോയിലിനൊപ്പം സ്ഥിര പ്രപഞ്ച സിദ്ധാന്തം സ്റ്റഡി സ്റ്റേറ്റ് തിയറി പരിഷ്കരിച്ച് അവതരിപ്പിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ? ഡോക്ടർ ജയന്ത് നാർലിക്കർ. ഡോക്ടർ ജയന്ത് നാർലിക്കർ. തരുണാസ്ഥിയുള്ളതും മുട്ടയിടുന്നതുമായ ലോകത്തെ ഏറ്റവും വലിയ മത്സ്യം ഏതാണ്? ഉത്തരം തിമിംഗല സ്രാവ്.
തിമിംഗല സ്രാവ്. 1935 മുതൽ പ്രസിദ്ധീകരിച്ചു വന്നതും ദേശാഭിമാനി പത്രത്തിന്റെ മുൻഗാമിയായതുമായ പ്രസിദ്ധീകരണം ഏതാണ്? ഉത്തരം പ്രഭാതം. പ്രഭാതം. തനിക്ക് അവകാശപ്പെട്ട കുടുംബ സ്വത്ത് മുഴുവനായും തന്നെ ദേശാഭിമാനി ആരംഭിക്കുന്നതിന് വേണ്ടി സംഭാവന ചെയ്ത നേതാവാര്? എം ശങ്കരൻ നമ്പൂതിരിപ്പാട്. ലോകത്തെ ഏറ്റവും ദരിദ്രനായ പ്രസിഡന്റ് എന്നറിയപ്പെട്ട ലാറ്റിൻ അമേരിക്കൻ വിമോചക നേതാവ് കൂടിയായ ഹോസെ മുജീക്ക ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു? ഉറുഗ്വേയുടെ പ്രസിഡന്റ് ആയിരുന്നു ഹോസെ മുജീക്ക. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ പിടികൂടാനായി കേരളത്തിലെ വിജിലൻസ് വിഭാഗം നടത്തിയ ഓപ്പറേഷൻ, അതിന്റെ പേര് ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് എന്നാണ്. ഒഡീഷയിൽ പുതുതായി നിലവിൽ വന്ന സിംലിപാൽ ദേശീയോദ്യാനം, സിംലിപാൽ നാഷണൽ പാർക്ക്, ഇന്ത്യയിൽ എത്രാമത് ദേശീയോദ്യാനമാണ്? ഉത്തരം 107ാമത്തെ ദേശീയോദ്യാനം. നൊമാഡിക് എലിഫന്റ് 2025 എന്നത് ഏതൊക്കെ രാജ്യങ്ങൾ ചേർന്ന് നടത്തിയ സൈനികാഭ്യാസമാണ്? ഇന്ത്യയും മംഗോളിയയും ചേർന്ന്. വായനയാണ് ഒരു മനുഷ്യനെ പൂർണ്ണനാക്കുന്നത്. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ഫ്രാൻസിസ് ബേക്കൺ ആണ് വായനയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. രോഗം ഭേദമാക്കാൻ കഴിവില്ലാത്ത ഒരു വസ്തു മരുന്നാണ് എന്ന് വിശ്വസിപ്പിച്ചു നൽകിയാൽ രോഗലക്ഷണങ്ങൾ കുറയുന്ന അവസ്ഥയ്ക്ക് പേരെന്ത്? പ്ലാസിബോ എഫക്റ്റ്. അക്ഷരമുറ്റം ക്വിസ് വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. റെറ്റിനയുടെ ഗോളാകൃതി നഷ്ടപ്പെടുന്നതിലൂടെ കണ്ണിനുണ്ടാകുന്ന ന്യൂനതയ്ക്ക് പറയുന്ന പേര്? അസ്റ്റിഗ്മാറ്റിസം എന്നാണ് ഈ ന്യൂനതയ്ക്ക് പേര്. പരിണാമ സിദ്ധാന്തത്തിന്റെ ആവിഷ്കരണവുമായി ബന്ധപ്പെട്ട് ചാൾസ് ഡാർവിൻ സന്ദർശിച്ച ഗാലപ്പഗോസ് ദ്വീപുകൾ ഇന്ന് ഏതു രാജ്യത്തിന്റെ ഭാഗമാണ്? ഇക്വഡോർ എന്ന രാജ്യത്തിന്റെ ഭാഗമാണ് ഇന്ന് ഗാലപ്പഗോസ് ദ്വീപുകൾ. വായു നിറച്ച ബലൂൺ വെയിലത്ത് വെക്കുമ്പോൾ പൊട്ടുന്നതിന്റെ കാരണം ഏത് വാതക നിയമമാണ് കൃത്യമായി വിശദീകരിക്കുന്നത് എന്നെഴുതുക. ചാൾസ് നിയമമാണ്. മണ്ണിലെ നൈട്രജന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നതും ചെടിയുടെ വേരുകളിൽ ജീവിക്കുന്നതുമായ ബാക്ടീരിയ ഏതാണ്? റൈസോബിയം ബാക്ടീരിയ. യുവർ കമന്റ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. കേരള ഗ്രന്ഥശാല സംഘം മുഖപത്രം ഏതാണ്? ഉത്തരം നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ചെയ്യൂ. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.